മനുഷ്യരായിട്ട് സഹകരിക്കുമ്പോൾ നമ്മളുടെ തെളിച്ചം ഉണ്ടാകും. മനുഷ്യരില്ലേ, മൃഗമില്ലേ, സസ്യമോ, ഇതായിട്ട് സഹകരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മൃഗത്തെയും സസ്യത്തെയും അല്ലേ? എന്താണ്? സഹകരണമാണത്. എന്നിട്ട് നമുക്ക് നമ്മുടെ തെളിച്ചം കിട്ടുന്നില്ലേ എന്ന് വെച്ചാൽ ഭക്ഷണം ദഹിക്കുന്നില്ല. ആ ഭക്ഷണം ദഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും സഹകരണം ഒരു സ്ഥലത്തും പോസിബിൾ അല്ല. നമുക്ക് തെളിച്ചം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് തെളിച്ചം ഉണ്ടാകണം. ഭക്ഷണം കഴിച്ചത് നമ്മളിൽ തെളിച്ചം തരണം. നമ്മുടെ ഉള്ളിൽ രൂപം കൊണ്ടുള്ള ബിംബങ്ങളൊക്കെ പോണം. ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ട് പോകാൻ? ഭക്ഷണം എന്ന് പറയുന്നതിൽ സസ്യങ്ങളുമുണ്ട്, മൃഗങ്ങളുമുണ്ട്. നമുക്ക് ഇത് രണ്ട് ഭാഗമുണ്ട്. മൃഗങ്ങളുമുണ്ട്, മൃഗത്തെ ഭക്ഷിക്കുന്നവരുണ്ട്, സസ്യത്തെ ഭക്ഷിക്കുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? എന്താണ്? മൃഗത്തെ ഭക്ഷിക്കുന്നവന് ദഹനശേഷി കൂടുതൽ വേണം.